ഇന്നലെ മഹാരാജാസ് ഹോസ്റ്റലിൽ പോയി കണ്ടില്ലേ? എങ്ങനെയുണ്ട് പടം? ഇഷ്ടപ്പെട്ടോ? വാഴയൊക്കെ പോലെ അടിച്ചു കയറും പടം? പടം അടിച്ചു കയറും. എനിക്ക് ശരിക്കും പടം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് അത്യാവശ്യം കോമഡിയും ഹൊററും എല്ലാം വർക്കായി. പിന്നെ വാഴ പോലെ അടിച്ചു കയറും എന്ന് ചോദിച്ചാൽ രണ്ടും രണ്ട് ജേണറാണ്. കാരണം വാഴ എന്ന് പറയുന്നത് ബയോപിക് ഓഫ് ബില്യൺ ബോയ്സും, പിന്നെ ഈ സിനിമ എന്ന് പറയുന്നത് നമ്മുടെ മഹാരാജ ഹോസ്റ്റൽ എന്ന് പറയുന്നത് ഒരു ഹൊറർ കോമഡി ജേണറിൽ വരുന്ന മൂവിയാണ്. പക്ഷെ ഇതിന്റെ ഹൊററും കോമഡിയും അവരെന്താണോ പറയാൻ ഉദ്ദേശിച്ചത് അതെല്ലാം വർക്കായി. അതുകൊണ്ട് തന്നെ നല്ല ഒരു പ്രേക്ഷക പ്രതികരണം തന്നെ കിട്ടും എന്നാണ് എനിക്ക് തോന്നിയത്. പക്ഷെ എനിക്ക് ഇന്നലെ കണ്ടപ്പോൾ തോന്നിയതേ സെക്കൻഡ് ഹാഫ് അടിപൊളിയാണ്. നല്ല ഹൊറർ കോമഡി നന്നായി വർക്ക്ഔട്ട് ആയിട്ട് ഇമോഷൻ സീൻസും നമുക്ക് കണക്ട് ആവുന്നുണ്ട്. പക്ഷെ ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗ് ആയിട്ട് തോന്നിയില്ലേ? ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫ് തുടക്കത്തിൽ ഒരു ലാഗ് ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് തന്നെ പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു നമ്മളൊരു റീലാണോ കാണുന്നതെന്ന്. തീർച്ചയായിട്ടും. പക്ഷെ ആ 20 മിനിറ്റ്സിന് ശേഷം ശരിക്കും നമ്മളെ പിടിച്ചിരുത്താനുള്ള ഒരു ത്രെഡ് മൂവിക്ക് ഉണ്ടായിരുന്നു. അതായത് കഥ ബിൽഡ് ചെയ്ത് വന്ന ഫസ്റ്റിലെ തുടക്കത്തിൽ ആ കഥയിലേക്ക് എത്തുന്നത് വരെയുള്ള ഒരു ഇത് കുറച്ച് ലാഗായിട്ട് തോന്നിയായിരുന്നു. നമുക്കൊരു റീല് കാണുന്ന പോലെ തന്നെ തോന്നുന്നുണ്ടായിരുന്നല്ലോ. അതേപോലെ തന്നെ അതില് മറ്റേ സ്മോക്കിങ്ങിന്റെ കാര്യമൊക്കെ പറയുന്നില്ലേ, അതൊക്കെ കുറച്ചും കൂടി ഓവറായ പോലെ തോന്നി. അത് തന്നെ ഒരു 1-2 മിനിറ്റോളം അതന്നെ കാണിക്കുക, അങ്ങനെ അതൊക്കെ കുറച്ച് ലാഗായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ നമുക്കറിയാം ഇങ്ങനത്തെ പടങ്ങൾ, അതായത് ഇപ്പൊ ഹോസ്റ്റൽ ബേസ്ഡ് പ്രേതം പടങ്ങളൊക്കെ ഒരുപാട് മലയാള സിനിമയിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് കണക്ട് ആവൂ എന്നുള്ളത് കുറച്ച് ടാസ്ക് ആയിരുന്നു. പക്ഷേ അതിലും അവരെന്തോ ഒരു പുതുമ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ശരിക്കും മലയാള സിനിമയിൽ ഹോസ്റ്റൽ പ്രേതങ്ങളെ കൊണ്ടുവന്ന ഒരു ആധിപത്യം സ്ഥാപിച്ചത് അടികപ്പേരെ കൂട്ടമണിയിട്ടിരിക്കും. ഭയങ്കരമായിട്ട് വർക്കായി. അതിനുശേഷം ഒരുപാട് സിനിമകൾ വന്നു പോയിട്ടുണ്ടെങ്കിലും പിന്നീട് ശ്രദ്ധേയമായത് പ്രകമ്പനം എന്ന് പറയുന്ന മൂവിയായിരുന്നു. ഓർമ്മയില്ലേ? മറ്റേ സാഗർ സൂര്യയുടെ ഒക്കെ പ്രകമ്പനം എന്ന് പറയുന്ന മൂവി നമ്മളെ ഭയങ്കരമായിട്ട് പിടിച്ചിരുത്തുന്നുണ്ടായിരുന്നു. അതും പക്ഷെ വേറൊരു ടൈപ്പിലാണ് പ്രേതത്തിനെ പ്ലേസ് ചെയ്തത്. അതൊക്കെ കണ്ട് അതിലും നമുക്കൊരു ചിരിയുടെ ഒരു കാര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം എനിക്ക് തോന്നുന്നത് കുറെ കൂടി വർക്കായ ഒരു പ്രേതം മൂവി എന്ന് പറയുന്നത് ശരിക്കും മഹാരാജ ഹോസ്റ്റൽ തന്നെയാണ്. നമ്മൾ അവരുടെ അഭിനയം കൂടി ഒന്ന് എടുത്തു പറയണം. എല്ലാവരുടെയും അഭിനയം അടിപൊളിയായിരുന്നു. കുഴപ്പമില്ല, അത്യാവശ്യം നന്നായിട്ടുണ്ട്. കാരണം നമുക്കറിയാം അവർ ആദ്യത്തെ സിനിമയാണ്. അപ്പൊ അതിൻ്റെതായ ചില പോരായ്മകളൊക്കെ ഉണ്ട്. എങ്കിൽ കൂടി സെക്കൻഡ് ഹാഫിൽ അവരുടെ അഭിനയം നമുക്ക് അത് അറിഞ്ഞില്ല. സത്യം പറഞ്ഞാൽ ഇനി ആ കഥയുടെ സ്ട്രെങ്ത് കൊണ്ടാണോ ഒരു പക്ഷേ അഭിനയം തന്നെ ആവാം, പക്ഷെ അത് വളരെ നന്നായിട്ടുണ്ട്. പക്ഷെ സെക്കൻഡ് ഹാഫിൽ എനിക്ക് അഭിനയം അത്ര കുറച്ചും കൂടി നന്നാക്കാമായിരുന്നു. കാരണം കഴിവുള്ളവരാണ്, അവർക്ക് തീർച്ചയായിട്ടും നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കും. അപ്പൊ ഫസ്റ്റ് ഹാഫ് എനിക്ക് എന്തോ ഓക്കെ ആയില്ല. പക്ഷെ നമ്മള് ഫസ്റ്റ് ഹാഫ് കണ്ടിറങ്ങി കഴിഞ്ഞ ഒരു ഇന്റർവെൽ ആയപ്പോൾ ഞങ്ങൾ രണ്ടുപേരും പറയുന്നുണ്ടായിരുന്നു സെക്കൻഡ് ഹാഫ് എന്താകും എന്നുള്ള ഒരു വെയിറ്റിംഗ് ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു. കാരണം ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് ഹാഫ് അത്രയും ലാഗിൽ പോയതുകൊണ്ടായിരിക്കും സെക്കൻഡ് ഹാഫില് ശരിക്കും ആ പ്രേതം എവിടെ വരുന്നു എന്നുള്ളത് ഇന്റർവെല്ലിൽ അവര് പറഞ്ഞു വെക്കുന്നു. അതിനുശേഷം എങ്ങനെയായിരിക്കും അവരുടെ ലൈഫ് പോകുന്നത് അത് നമുക്ക് അറിയാനുള്ള അവരുടെ ഒരു സ്ട്രഗിൾ ആയിരുന്നു അല്ലേ ശരിക്കും. അവര് ഓടുന്നു, വരുന്നു, പ്രേതത്തിനെ കാണുന്നു, ഇതെല്ലാമാണ് ശരിക്കും നടക്കുന്നതെന്ന് നമുക്കറിയാം. എങ്കിലും എവിടെയൊക്കെയോ ഒരു പുതുമയും എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ കഥ കുറച്ച് പ്രഡിക്റ്റബിൾ ആയിരുന്നു. തീർച്ചയായിട്ടും. ആക്ച്വലി എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം നമ്മുടെ വാർഡന്റെ കേട്ടോ. അതായത് ആ ഒരു ക്യാരക്ടർ ചെയ്ത സജിൻ ചെറുകയിൽ വളരെ നല്ല നാച്ചുറൽ ആക്ടിങ് ആയിരുന്നു. അത്യാവശ്യം കണക്ട് ആവുന്നുണ്ട്. നമുക്ക് പടം കഴിഞ്ഞ് ഇറങ്ങുമ്പോഴും നമുക്ക് ആ മനസ്സിൽ ആ ഒരു കഥാപാത്രം നമുക്ക് നിൽക്കുന്നുണ്ട്. അത് വളരെ ഇഷ്ടപ്പെട്ടായിരുന്നു. എനിക്ക് ആക്ച്വലി പുള്ളിയുടെ അഭിനയം ഒരുപാട് സിനിമകളിൽ ഇഷ്ടമാണ്. ശരിക്കും ഇതിലും നല്ല ഒരു ഒട്ടും ഓവറാക്കാതെയുള്ള ഒരു അഭിനയം വളരെ നല്ല രീതിയിൽ അദ്ദേഹം ചെയ്തിട്ടുമുണ്ട്. ഓവറോൾ മൊത്തത്തിൽ പറഞ്ഞാൽ പടം നല്ല പടമാണ്. പിന്നെ എനിക്കിതിൽ പേഴ്സണലി തോന്നിയ ഒരു കാര്യം ഞാൻ പറയട്ടെ. ഇപ്പൊ സജിന്റെ കാര്യം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇതിൽ ശരിക്കും സജിന്റെ ഒരു സീൻ കാണിക്കുന്നുണ്ട്, സജിന്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ സീൻ കാണിക്കുന്നുണ്ട് പുള്ളിയുടെ ഒരു മെന്റാലിറ്റിയുടെ. പക്ഷെ അത് കുറച്ചുകൂടി നല്ലൊരു ത്രെഡ് കൊടുത്ത് വർക്കാക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. അത് സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു അഭിപ്രായം വന്നത് എന്നുള്ളത്. പിന്നെ ഓരോരുത്തർക്കും ഓരോ പെർസ്പെക്റ്റീവ് ആണ് സിനിമയില്. അതുപോലെ തന്നെ നമുക്കറിയാം എല്ലാവരും റീൽസിൽ നിന്നൊക്കെ വന്നിട്ടുള്ളതല്ലേ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസസ് ആണ്, റീൽസ് ആണ് അവർ കൂടുതലായിട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവര് മീൻസ് റീൽസിൽ നിന്ന് വന്നു എന്നത് കൊണ്ട് തന്നെ പോരായ്മ അവർ പരമാവധി അത് മറികടക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആദ്യത്തെ സിനിമയാണ്. അതുപോലെ തന്നെ സന്ദീപിന്റെ ആക്ടിങ്, അതെ, അദ്ദേഹം ചെയ്തു വരുന്ന റീൽസിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തത കൊണ്ടുവരാൻ സിനിമയിൽ ശ്രമിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റേ ശരത്തും വളരെ നല്ല ആക്ടിങ് ആയിരുന്നു. അതുപോലെ എനിക്ക് ചില ഒരു കണക്ട് ആവാതിരുന്നത് ചില സീനുകളിൽ അഖിലൻ ആർഡിയുടെ ഒക്കെ പെർഫോമൻസ് തന്നെയായിരുന്നു. പക്ഷേ എങ്കിലും അദ്ദേഹത്തിന്റെ കോമഡി ഒക്കെ അത്യാവശ്യം നന്നായി വർക്ക്ഔട്ട് ആയിട്ടുണ്ട് അല്ലെ. തിയേറ്ററിലൊക്കെ നല്ല ചിരി ഉണ്ടാക്കുന്ന കുറെ
കുറെ എലമെന്റ്സ് അതിലുണ്ടായിരുന്നു, ചിരി കൊണ്ടുവരാനുള്ള എലമെന്റ്സ് അതിലുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഇപ്പൊ ഇത്രയും പേര് പറഞ്ഞതിൽ നമ്മൾ അഖിൽ ഷാമോന്റെ ഒരു ഇതെനിക്ക് പറയാൻ തോന്നിയത്, ഷാമോന്റെ ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ യൂട്യൂബ് ഒക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് പുള്ളി നന്നായിട്ട് കോമഡി കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് ഷാമോന് ശരിക്കും അങ്ങനെ ഒരു കോമഡി വരും എന്ന് എനിക്ക് തോന്നി. പക്ഷെ എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് ഷാമോന്റെ ആ ഹൊററാണ്. അതായത് ഷാമോൻ പേടിക്കുന്നതൊക്കെ എനിക്ക് നന്നായിട്ട് നല്ല ഒട്ടും ഓവറാക്കാത്ത രീതിയിലുള്ള അഭിനയം പോലെ എനിക്ക് തോന്നി. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ എനിക്ക് ഡയലോഗ് ഡെലിവറി കുറച്ചും കൂടി നന്നാക്കാമായിരുന്നു. ഓക്കെ ചെയ്ത് നല്ലതാണ്, പക്ഷെ കുറച്ചും കൂടി അദ്ദേഹത്തിന് അത് ചെയ്യാൻ സാധിക്കും അല്ലെ, നല്ല രീതിയിൽ അദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കുമായിരുന്നു. പിന്നെ നമുക്കറിയാം ചെറിയൊരു പടമാണ്, പോരായ്മകൾ അല്ലെ ഉണ്ടാവും, പക്ഷെ എങ്കിൽ കൂടി നല്ല രീതിയിൽ അവരത് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. നമ്മളിതില് ആൻമരിയ, ചിത്ര ഈ രണ്ടാൾക്കാരെ പറഞ്ഞിട്ടില്ല. ഇതിൽ 2 ഫീമെയിൽ ലീഡ്സ് വരുന്നുണ്ട്, ആൻമരിയ ആൻഡ് ചിത്ര. ഈ ചിത്ര എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് അറിയാന്നുള്ളൊരു ആക്ട്രസ് ആണ്. പുള്ളിക്കാരി ഒരുപാട് മൂവീസ് ചെയ്ത് നമുക്കറിയാം നന്നായിട്ട് ചെയ്യുന്ന ഒരാളാണ് എന്നുള്ളത്. പക്ഷേ ആൻമരിയ ശരിക്കും ഞെട്ടിച്ചു. ആ ലാസ്റ്റ് വരുന്ന ഒരു 5 to 10 minutes കിടിലൻ അഭിനയമായിരുന്നു, നന്നായിരുന്നു. അപ്പൊ എന്തായാലും ഓവറോൾ എങ്ങനെയുണ്ട് പടം? കത്തിക്കാറോ? കത്തി കയറട്ടെ, കുഴപ്പമില്ല, ഓക്കെയാണ്. പിന്നെ നമുക്കറിയാലോ പ്രേക്ഷകരുടെ ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ചിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു പടമാണ്. അപ്പോൾ എനിക്കിതിൽ ഫീൽ ചെയ്ത വേറൊരു കാര്യം കൂടി ഞാൻ ഇതിൽ പറഞ്ഞോട്ടെ. നമ്മൾ സിനിമ കാണുന്ന ടൈമിൽ പ്രായഭേദമന്യേ ആൾക്കാർ ചിരിക്കുന്നുണ്ടായിരുന്നു പല കോമഡിക്കും. അപ്പൊ എനിക്ക് തോന്നിയത് ഓക്കെ, ഈ കോമഡികൾ വർക്കാവും. കാരണം എന്റെ തൊട്ടടുത്തിരുന്ന ഒരു അങ്കിള് ചിരിക്കുന്നുണ്ടായിരുന്നു, നന്നായിട്ട് ഒരു കോമഡിക്ക് ചിരിക്കുന്നുണ്ടായിരുന്നു. കുട്ടികള് കണക്ട് ആവുന്നുണ്ട്. പക്ഷെ ഹൊറർ മൂവി ആണെങ്കിൽ കൂടി അവരത് ഭയപ്പെടുന്ന സീൻ ഉണ്ടെങ്കിൽ കൂടി കോമഡി ഒക്കെ അവർ വളരെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടു. അതേപോലെ തന്നെ നല്ല മൂവിയാണ്. ഓക്കെ, സൗണ്ടും BGM ഒക്കെ നന്നായിട്ട് വർക്ക് ആയതുപോലെ എനിക്ക് ഫീൽ ആയി. കാരണം എനിക്ക് ആ പുറത്തെ ഇന്റർവെൽ ടൈമിൽ ഇറങ്ങുമ്പോൾ പോലും ഈ ഒരു പ്രേതം വരുന്ന ഒരു BGM എന്തോ ഒരു വ്യത്യസ്തത പുലർത്തുന്നത് പോലെ തോന്നി. അതിൽ നിന്ന് ഒരു പേടി വരുന്നുണ്ട്. ഒരു ചെറിയ ബഡ്ജറ്റ് ആണെങ്കിൽ കൂടി നമുക്ക് ഗ്രാഫിക്സ് ഒക്കെ ആ ഒരു ചെറിയ ബഡ്ജറ്റിലുള്ള ഒതുങ്ങി കൂടിയിട്ടാണെങ്കിൽ കൂടി നമുക്കതൊരു ആ ഒരു ഇതിലേക്ക് എത്തിച്ചില്ല. വളരെ മനോഹരം, നീറ്റായിട്ട് തന്നെ അത് അവർ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഓവറോൾ പടം നല്ല പടമാണ്, സൂപ്പറാണ്. ഞങ്ങൾക്കിപ്പോ ഒരു തവണ തിയേറ്ററിൽ കണ്ടു എന്ന് വെച്ചിട്ട് ഒന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല ഈ സിനിമ. കാരണം വെർത്ത് വാച്ചിങ് തന്നെയാണ് തിയേറ്ററിൽ. പിന്നെ നമുക്കറിയാം ഒരുപാട് മൂവീസ് തിയേറ്ററിൽ വന്നും നമ്മൾ OTT കാണുന്നത് ഒരുപാട് ഡിഫറെന്റ് ആണ്. അപ്പൊ ശരിക്കും ഇങ്ങനെ ഒരു പ്രേതപ്പടം തിയേറ്ററിൽ തന്നെ പോയെന്ന് കാണാൻ ശ്രമിക്കുക. കാരണം ഞങ്ങൾക്ക് ആക്ച്വലി എല്ലാ സിനിമകൾക്കും ഒരുപാട് ലോജിക് ഒക്കെ നോക്കാതെ ഒരു കുറച്ചു നേരത്തേക്ക് ഒരു ഫൺ, എല്ലാം മറന്നൊന്ന് ചിരിക്കുക, അങ്ങനെയൊക്കെ കുറച്ച് പേടിക്കുക, കുറച്ച് ചിരിക്കുക, ഒക്കെ അത്രയുള്ള പടം നൈസാണ്. അപ്പൊ എന്തായാലും ഓൾ ദി ബെസ്റ്റ് ഫോർ ദ എൻറ്റയർ കാസ്റ്റ്, ക്രൂ ആൻഡ് ടീം ഓഫ് മഹാരാജാസ് ഹോസ്റ്റൽ.